10 വർഷം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ജനനേതാവിന് അത് തെരഞ്ഞെടുപ്പുകളുടെ 2 ഘട്ടമാണ്. പക്ഷേ എഴുത്തുകാരന് തൻ്റെ സർഗ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ കസേര കേവലം 5 വർഷത്തേക്ക് മാത്രമുള്ളതല്ല എന്ന് നല്ല ധാരണയുണ്ട്. മന്ത്രിമാർ 5 വർഷം കഴിയുമ്പോൾ മാറും, പ്രധാനമന്ത്രിമാരും മാറും, രാഷ്ട്രപതിമാരും മാറും. പക്ഷേ വലിയൊരു എഴുത്തുകാരൻ നൂറ്റാണ്ടുകളിലേക്കുള്ളതാണെന്നൊരു ബോധ്യം ഓരോ നല്ല എഴുത്തുകാരൻ്റെയും ഉള്ളിലുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങ് സൂചിപ്പിച്ച 30 വർഷം മുമ്പ് പോലും മോഹൻദാസ് കരംചാന്ദിയെ ഭാവി കാലത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിടിക്കാൻ വരുന്ന ഒരു ഗാന്ധിജി എന്ന് പറയുന്ന ഭീകര രൂപമായിട്ട് സങ്കല്പിക്കുന്ന അമ്മമാരെ ഭാവിയിൽ ഉണ്ടാകുമെന്ന് എഴുതാൻ പ്രേരിപ്പിച്ചത്. മഹാത്മാഗാന്ധി ആ കഥയിൽ അഹിംസയും അസ്തയത്തിനും അപരിഗ്രഹത്തിനും അങ്ങനെ 3 വാക്കുകളാണ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് അത് വായിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ആരെങ്കിലുമൊക്കെ എന്നെ വിളിച്ച് അഭിനന്ദിക്കുമെന്നായിരുന്നു, മഹാത്മാഗാന്ധി ഞങ്ങൾക്ക് തിരികെ തന്നതിന്. പക്ഷേ നിർഭാഗ്യവശാൽ നന്നായിട്ട് വായിക്കുന്ന VD സതീശൻ പോലും എന്നെ വിളിച്ചില്ല. അതവരെ സ്പർശിക്കുന്നതേ ഇല്ല. ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് കൃത്യമായ മരുന്നാണ് മഹാത്മാഗാന്ധി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് മുമ്പേ മഹാത്മാഗാന്ധി ഇന്ത്യൻ മണ്ണിലുണ്ടായിരുന്നു. നമ്മുടെ ഒരു ആദർശത്തിൻ്റെ, ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ, ആർജവത്തിൻ്റെ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ സാധിക്കുന്ന ഒരു നേതൃത്വശേഷിയുടെ ആൾരൂപമായിട്ട് മഹാത്മാഗാന്ധി ഉരുവപ്പെടുകയായിരുന്നു. പഴയ ഗാന്ധിയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ ഷൈ ആയിട്ടുള്ള, ലജ്ജിതനായിട്ടുള്ള, സംസാരിക്കാൻ പോലും ത്രാണിയില്ലാത്ത, ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റാത്ത ഒരു പാവം മനുഷ്യനെ എങ്ങനെയാണ് ഒരു തേനീച്ചക്കൂട്ടിൽ ഒരു അമ്മ തേനീച്ചയെ മറ്റു തേനീച്ചകൾ ചേർന്ന്, അല്ലെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ ഒരു റാണിയെ മറ്റുള്ളവർ ചേർന്ന് സൃഷ്ടിക്കുന്നത്, അതുപോലെ നമ്മുടെ സമൂഹം ചേർന്ന് സൃഷ്ടിച്ചതാണ്. എല്ലാവരും നമ്മുടെ ധാർമ്മികതയുടെ ഒരംശം അദ്ദേഹത്തിൻ്റെ പ്രാണനിലേക്ക് കപ്പം കൊടുത്തിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിൻ്റെ റെസീപ്റ്റ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിൽ സൂക്ഷിച്ചിരുന്നു. ആ റെസീപ്റ്റ് ഇപ്പോൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. നമ്മുടെ അലമാരകളിലൊക്കെ തപ്പുന്നുണ്ട്, പക്ഷേ അത് എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ഗാന്ധിക്ക് കപ്പം കൊടുത്തതിൻ്റെ ആ റെസിപ്റ്റ് നമ്മുടെ കയ്യിലില്ല. നമ്മൾ ഒരുപാട് കണക്കുകളും രസീതുകളും സൂക്ഷിക്കുന്നില്ല. ആ രസീത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഗാന്ധി മരിച്ചാലും തുടരുന്ന, ഇന്ത്യൻ മണ്ണിൽ തുടരുന്ന ആ മഹിമാതിരേകത്തിനെ, വ്യക്തിസത്തയുടെ ഒരു പരമകാഷ്ഠയാണത്. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ ഇത് ഭാവിയിൽ അത്ഭുതത്തോടെ ആളുകൾ ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുമെന്ന് പറഞ്ഞത്. അതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു എഴുത്തുകാരൻ്റെ, ഒരു സർഗാത്മക വൃത്തി ചെയ്യുന്ന ഒരാളുടെ ഒരു എളിയ ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ജ്ഞാനസ്നാനം സങ്കല്പിച്ചത്.